ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാനീലമാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ഒരു റെഗുലർ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വീണ്ടും സുസ്വാഗതം. നമ്മൾ ഇന്നലെ കണ്ടത് 2.17 ആയിരുന്നു. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. കാരണം ഇവിടെ ഈ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ആത്മാവിന്റെ അനശ്വരതയെ കുറിച്ചുള്ള പിന്നെ ശരീരത്തിന്റെ നശ്വരതയെ പറ്റിയുള്ള ജ്ഞാനം, അതാണ് പ്രൈമറിലി ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് ഭഗവാൻ അർജുനന് നൽകുന്ന ജ്ഞാനം. ലോകത്തുള്ള മനുഷ്യരെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരം നശിച്ചതിന് ശേഷം എനിക്ക് ഒരു നിലനിൽപ്പില്ല, അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആരുടെ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും, മിക്കവാറും ആത്മാവിനെ കുറിച്ച് അജ്ഞരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും വിശ്വാസം. പക്ഷേ ഇവിടെ ഭഗവത്ഗീതയില് അർജുനന്റെ വിലാപത്തിന് ശേഷം ആ ഒരു എന്താണ് പ്രൈമറി നോളജ് എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം നമ്മൾ ABCD പഠിക്കുകയില്ലേ, അപ്പോ എന്തിനാണ് ABCD പഠിക്കുന്നത്? ആ ABCDയിൽ നിന്നാണ് നമ്മൾ വലിയ 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 കാര്യങ്ങളിലേക്ക് പോകുന്നത്. ABCD പഠിക്കാതെ വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുകയില്ല. അപ്പോ ബേസിക് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്ന ഒരു ആധ്യാത്മികവാദിക്ക് എന്താണ് വേണ്ടത്? ആത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം. അതാണ് ഭഗവാൻ തുടക്കത്തിലെ തന്നെ 2-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം മുതലേ തന്നെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് വ്യത്യാസം, എന്ത് തമ്മിലുള്ള വ്യത്യാസം? ആത്മാവും ശരീരവും അല്ലെങ്കിൽ മാറ്ററും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ 17-ാമത്തെ ശ്ലോകം ഇന്നലെ കഴിഞ്ഞു. നമുക്ക് 18-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം കടക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം. 2-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത. अन्तवन्त इमे देहा नित्यस्योक्ता शरीरिणः अनाशिनो अप्रमेयस्य तस्माद्युध्यस्व भारत. अन्तवन्त इमे देहा नित्यस्योक्ता शरीरिणः अनाशिनो अप्रमेयस्य तस्माद्युध्यस्व भारत. ഇവിടെ ഭഗവത്ഗീതയിൽ വളരെ അപൂർവം മാത്രമേ ഭഗവാൻ എന്താണ് നീ യുദ്ധം ചെയ്യൂ എന്ന് അർജുനനോട് പറയുന്നുള്ളൂ. അതിലൊരു വാക്കാണ്, ഒരു വേഴ്സാണിത്. തസ്മാത് യുദ്ധസ്വ ഭാരത, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. എന്തുകൊണ്ട് എന്ന് അതിന്റെ മുന്നിലുള്ള പാർട്ടിൽ പറയുന്നു. അന്തവന്ത ഇമേ ദേഹ, ഈ വാക്കുകളെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. അന്തവന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യമുള്ളത്. എന്തിനാണ് അന്ത്യമുള്ളത്? ഇമേ ദേഹ, ഈ ശരീരത്തിന് അന്ത്യമുള്ളതാണ്, അല്ലെങ്കിൽ അത് നശ്വരമാണ്, നശിക്കുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. നിത്യസ്യ ഉക്ത ശരീരിണഃ, ശരീരത്തിൽ വസിക്കുന്നതിനെയാണ് ശരീരിണ എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ശരീരം നശിക്കുന്നതാണ്. പക്ഷേ 2-ാമത്തെ പാർട്ടിൽ എന്താണ് പറയുന്നത്? നിത്യസ്യ ഉക്ത ശരീരിണഃ, അതായത് ശരീരിണ അല്ലെങ്കിൽ ശരീരത്തിൽ വസിക്കുന്ന എന്തോ ഒന്നുണ്ട്, അത് നിത്യമാണ്. അതായത് നേരെ കോൺട്രാസ്റ്റ് ആണ് ഈ സ്വഭാവത്തിന്റെ. ശരീരത്തിന്റെ സ്വഭാവം നശ്വരമാണെങ്കിൽ ശരീരത്തിൽ വസിക്കുന്നത് എന്താണോ അതിന്റെ സ്വഭാവം അനശ്വരമാണ് എന്നുള്ളതാണ്. അതായത് എന്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഭഗവാൻ ഇത് പറഞ്ഞു വരുന്നത്? ആത്മാവിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞു വരുന്നത്, അല്ലെ? ഇനി അതിന് വേറെയും ചില ക്യാരക്ടർ പറയുന്നുണ്ട്. ആ നാശിനോ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതാണ് അത്. അപ്രമേയസ്യ, അതിനെ അളക്കാൻ സാധിക്കുകയില്ല. തസ്മാത് യുദ്ധസ്വ ഭാരത, അതുകൊണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഭാരത, അല്ലയോ കുന്തിപുത്ര അർജുന, ഭാരത നീ യുദ്ധം ചെയ്യൂ. എന്തായിരുന്നു ഈ എന്താണ് ഈ ഒരു സമയത്ത് അർജുനന്റെ എന്തായിരുന്നു പ്രശ്നം? മുന്നിലുള്ള യോദ്ധാക്കളെല്ലാം വന്നിട്ട് തന്റെ ബന്ധുക്കളായതുകൊണ്ടും തനിക്ക് അവരോട് സ്നേഹമുള്ളത് കൊണ്ടും അവരെല്ലാം എന്നെന്നും നിലനിർന്നു കാണാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ആഗ്രഹിക്കുന്നത്. അപ്പോ അർജുനൻ അങ്ങനെ ആഗ്രഹിക്കുമ്പോ അവരെ എന്നെന്നും നിലനിൽക്കുകയില്ല എന്നുള്ള സത്യം അർജുനന് ബോധ്യപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്, അല്ലേ? അർജുന, നീ യുദ്ധം ചെയ്തില്ല എങ്കിലും അന്തവന്ത ഇമേ ദേഹ, അതായത് അവരുടെ ശരീരം എന്നൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അത് എന്നെങ്കിലും ഒരു ടിക്കിംഗ് ക്ലോക്ക് കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിൽ ഒരു എക്സ്പയറി ഡേറ്റിലേക്കുള്ള യാത്രയാണ് മരണം എന്നുള്ള എക്സ്പയറി ഡേറ്റിലേക്കുള്ള യാത്ര. അപ്പോ എന്താണ് 6 തരത്തിലുള്ള ചേഞ്ചസ്. ഒരാള് ജനിക്കുന്നു, വളരുന്നു, നിലനിൽക്കുന്നു, പ്രത്യുൽപാദനം ചെയ്യുന്നു, ക്ഷയിക്കുന്നു, പിന്നെ മരിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസിലേക്ക് കടന്ന് എല്ലാ ജീവജാലങ്ങളും, ജനിച്ചവന് മരണമുണ്ടാകും, മരിച്ചവന് വീണ്ടും ജനനമുണ്ടാകുകയും ചെയ്യും എന്ന് ഭഗവാൻ വീണ്ടും പറയും ഇവിടെ. അപ്പോ അർജുനനോട് ഭഗവാൻ പറയുകയാണ്, നീ യുദ്ധം ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പൊ അവരെ കൊന്നില്ല എങ്കിൽ കൂടെ അവരൊന്നും എന്നൊന്നും നിലനിൽക്കാൻ പോകുന്നവരല്ല. എന്താണ്? അന്തവന്ത ഇമേ ദേഹ. ഇനി അർജുന, നീ ചിന്തിക്കുന്നു ഇവരുടെ ദേഹം നശിപ്പിച്ചത് കൊണ്ട് നീ ഇവർക്ക് പൂർണ്ണമായിട്ട് ഇവരുടെ നിലനിൽപ്പില്ലാതാക്കുമെന്ന്. ഇല്ല അർജുന, നീ യുദ്ധം ചെയ്താലും ഇവര്, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഉള്ളവർ, അതായത് ആത്മാവ് എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതാണ്. യുദ്ധം ചെയ്താലും യുദ്ധം ചെയ്തില്ലെങ്കിലും എന്താണ്?
നിനക്ക് അതിൻ്റെ അകത്ത് ലാഭമൊന്നുമില്ല. അതായത് യുദ്ധം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരുടെ ശരീരം നശിക്കുമെന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട. ശരീരം അല്ലെങ്കിലും നശിക്കും. അന്തവന്ത ഇമേ ദേഹ. ഇനി യുദ്ധം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുകയില്ല, അവരൊന്നും മരിക്കാനും പോകുന്നില്ല. കാരണം അവരുടെ ശരീരത്തിലുള്ള, നിനക്ക് യഥാർത്ഥത്തിൽ ആരോടാണോ പ്രിയം അല്ലെങ്കിൽ ആരോടാണോ ഇഷ്ടം, അത് ആ ശരീരം മാത്രമല്ല, അതിനകത്ത് അവബോധം ശരീരത്തിന് പ്രദാനം ചെയ്യുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അത് ചലിക്കുന്നതും സംസാരിക്കുന്നതും അതിന് എന്ത് ചെയ്യുന്നതും ക്രയവിക്രയങ്ങൾ ചെയ്യാൻ, സ്നേഹമസൃണമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പറ്റുന്നതും. ഇതെല്ലാം വന്നിട്ട് ആരുള്ളത് കൊണ്ടാണ്, ആ ശരീരി അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. അത് നീ യുദ്ധം ചെയ്തില്ലെങ്കിലും യുദ്ധം ചെയ്താലും ആ ശരീരം അനശ്വരമാണ്. അപ്പൊ പിന്നെ നീ നിന്റെ ധർമ്മം മാത്രം ചെയ്യുക. ഇതിനാണ് ഫസ്റ്റ് ഡിറ്റാച്ച്മെന്റ് പാഠം എന്ന് പറയുന്നത്. എന്താണ് കൺക്ലൂഷൻ പറയുന്നത്, എന്താണ്, തസ്മാത് യുദ്ധസ്വ ഭാരത. അതായത് നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിനക്ക് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നിന്റെ ധർമ്മം മാത്രം നീ ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം എന്താണ്, അതതിന്റെ സ്വഭാവം വെച്ചിട്ട് അത് നശിക്കുകയോ നശിക്കാതിരിക്കുകയോ ചെയ്യും. ക്ലിയർ ആയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നിനോടും അറ്റാച്ച്മെന്റ് വേണ്ട. കാരണം എന്താണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. ക്ഷയിക്കുന്ന ശരീരത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ല. ഇനി അക്ഷയമായ ആത്മാവിനെ നശിപ്പിക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ല. പിന്നെ നീ എന്തിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, ഉടമസ്ഥാവകാശം ഉന്നയിച്ചു പോകുന്നത്? ഇത് ഡിറ്റാച്ച്മെന്റിന്റെ ആദ്യ പാഠമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാണ് എക്സ്പയറി ഡേറ്റ് ആവുന്നതെന്ന് പറയാൻ പറ്റത്തുമില്ല. കാരണം അത് ആ ടൈം ക്ലോക്ക് ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ജീവിച്ചിരിക്കുന്ന എത്രയോ സമയം വന്നിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഈ ശരീരം ഉപേക്ഷിച്ചു പോകേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അർജുനനോട് പറയുന്നത് അന്തവന്ത ഇമേ ദേഹ എന്ന് പറയുന്നത്. ഇനി പ്രഭുപാദ് കഴിഞ്ഞ ശ്ലോകത്തിന്റെ പർപ്പോട്ടിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ. എന്താണ്, ആത്മാവിന്റെ മെഷർമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? എന്താണ്, കേശാഗ്ര ശതഭാഗസ്യ എന്ന് പറയുന്ന ശ്ലോകങ്ങളൊക്കെ കോട്ട് ചെയ്ത് പ്രഭുപാദ് പറഞ്ഞു, ഒരു ഹെയർ ടിപ്പ് ഓഫ് ഹെയർ, അതായത് ഒരു മുടി നാരിഴയുടെ ഒരു അറ്റത്ത്, ഏറ്റവും അങ്ങേ അറ്റത്തിനെ എത്രയോ തവണ വിഘടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത്രയാണ് ഒരു ആത്മാവിന്റെ വലിപ്പം. ആ ആത്മാവാണ് ഈ ശരീരത്തിൽ മുഴുവൻ എന്ത് ചെയ്യുന്നത്, വ്യാപിച്ച് അതിന് അവബോധം പ്രദാനം ചെയ്യുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആണ് ആത്മാവ് എന്ന് പ്രഭുപാദ് കഴിഞ്ഞ പർപ്പട്ടിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ശ്ലോകം എന്താണെന്ന് അറിയാമോ പറയുന്നത്, അപ്രമേയനാണെന്ന്. ആ നാശിനോ അപ്രമേയസ്യ എന്ന് പറയുന്നത്. എന്താണ് ഈ അപ്രമേയസ്യ എന്ന് പറയുന്നതിന്റെ അർത്ഥം? മെഷർ ചെയ്യാത്തത്. അപ്പൊ എന്താണ്, പ്രഭുപാദ് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണോ? അല്ലെങ്കിൽ പ്രഭുപാദ് വന്നിട്ട് നേരത്തെ പറഞ്ഞ കാര്യം അപ്രമേയനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രഭുപാദ് പറയുന്നത്, അല്ലെങ്കിൽ ഉപനിഷത്തുകളിലൊക്കെ ഇങ്ങനെ പറയുന്നത്? എന്താണ്, ബാലാഗ്രശത ഭാഗസ്യ എന്ന് പറയുന്ന ശ്ലോകത്തിൽ എങ്ങനെയാണ് പറയുന്നത് പ്രഭുപാദ്, അല്ലെങ്കിൽ അത് ഉപനിഷത്തുകളിൽ എങ്ങനെയാണ് പറയുന്നത്? ആത്മാവ് അപ്രമേയനാണെങ്കിൽ രണ്ട് തരത്തിലാണ് ഇതിനെ ആചാര്യന്മാർ വിചാരിക്കുന്നത്. എന്താണ്, ഈ അപ്രമേയത്വം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള മെഷർമെന്റ് കൊണ്ട് നമുക്ക് ആത്മാവിനെ അളക്കാൻ പറ്റില്ല എന്നാണ്. ആത്മാവിന് അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തന്നെ, പക്ഷെ നമ്മുടെ കയ്യിലുള്ള അളവുകോലുകൾ കൊണ്ട് അളക്കാൻ പറ്റാത്തതാണ് ആത്മാവ്. അതുകൊണ്ടാണ് നമ്മളോട് ആത്മാവിന്റെ പ്രസൻസിനെ കുറിച്ച് ഒരാളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എത്തിസ്റ്റുകളും മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള നോളജിനെ മാത്രം ആധികാരികമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുകയില്ല, കാണിച്ചു തരൂ എന്നാ ഞാൻ വിശ്വസിക്കാം എന്ന് പറയുന്ന ആൾക്കാരൊന്നും വിശ്വസിക്കുകയില്ല. പക്ഷെ അവരുടെ മുന്നിൽ അത് എവിഡന്റ് ആണ്. കാരണം അതേ സെൽഫ് സെയിം ബോഡി ഒരു നിമിഷങ്ങൾ കഴിഞ്ഞ് ആത്മാവ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിലത്ത് വീണ് കിടക്കും. എന്ത് സംഭവിക്കും? അതിന് എഴുന്നേൽക്കാനോ അനങ്ങാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. ഒരു എന്താണ്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അത് വളരെയധികം ഒരു ബുദ്ധിമുട്ടേറിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഡെയിലി നമ്മൾ ഈ പ്രകാരം ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റിന് ആക്ച്വലി അച്ഛനും മകനും ഒരു വർഷങ്ങളായിട്ടേ പിന്നെ എന്നെ കാണാൻ വേണ്ടി വരുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ ഈ അച്ഛൻ വന്നിട്ട് അദ്ദേഹത്തിന് സൈക്യാട്രിക് ഇൽനെസ് ഉണ്ട്. അത് കാരണം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിന് ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ ഇല്ലാത്തത് കൊണ്ട്
ചില കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതേ ആ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കൂടെയില്ല. അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഒരു കെയർ ടേക്കർ മാത്രമേ ഉള്ളൂ. ഈ ഒരു മകനുണ്ട്. കുട്ടിക്കാലം മുതലേ അവനെയും ശ്വാസം മുട്ടലിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എന്റെ അടുത്താണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അവര് വന്നപ്പോഴേക്കും ആ കെയർ ടേക്കറും മകനും മാത്രമേ വന്നുള്ളൂ. മകന് 24 വയസ്സായി. ഏകദേശം ഒരു 7ഓ 8ഓ വർഷമായി അവരെ ഞാൻ ക്ലിനിക്കിൽ മിക്കവാറും കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ, അത് അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഈ കുട്ടിക്കും ഈ പ്രകാരം ഒരു ചെറിയ സബ്നോർമൽ ഇന്റലിജൻസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ്? അത് അവനും അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പൊ കെയർ ടേക്കർ അതിന്റെ കഥ വിശദീകരിച്ച് തരികയാണ്. ഒരു ദിവസം ഇദ്ദേഹം വന്നിട്ട് അവർ രണ്ടുപേരും ഒരേ ബെഡ്റൂമിൽ തന്നെ കിടക്കുന്നത്. മകൻ തൊട്ടപ്പുറത്ത് തന്നെ കിടന്നുറങ്ങുന്നത്. അച്ഛൻ രാത്രി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും തലകറങ്ങി വീണു താഴെ കിടക്കുന്നു. അത് ശരീരം എന്ന് വിചാരിച്ചോളൂ നമ്മളുടെ എക്സ്പീരിയൻസില്. താഴെ കിടക്കുന്നു. ആ കുട്ടി മേലെ കിടക്കുന്നു. പക്ഷേ ആ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോയ കാര്യം അവൻ അറിയുന്നില്ല. അവൻ വിചാരിച്ച് അച്ഛൻ താഴെ വീണതായിരിക്കുമെന്ന്. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് അവന് തനിയെ പിടിച്ച് പൊക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിന് ശ്രമിച്ചുമില്ല. പിറ്റേ ദിവസം രാവിലെ 7 മണിയായിട്ടും ഇതേ അവസ്ഥ തുടർന്നപ്പോ കെയർ ടേക്കർ വന്ന് നോക്കുമ്പോഴാണ് രാവിലെ സാധാരണ 3:30 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാര് എഴുന്നേക്കാതെ വന്നപ്പോഴാണ് ഈ കുട്ടി ബെഡിൽ തന്നെ കിടക്കുന്നു. പക്ഷെ അച്ഛൻ താഴെ വീണ് കിടക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്താണ് നമ്മൾക്ക് ഈ ശരീരം തന്നെ ഞാനെന്ന് വിശ്വസിച്ചിരിക്കുമ്പോ ആ ശരീരം തന്നെയാണ് അവിടെ കിടക്കുന്നതും. പക്ഷേ പിന്നെ ആ ഒരു ശരീരത്തിനെ നമ്മൾ എന്താണ് പറയുക? ബോഡി എന്നാണ് പറയുക. അപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാകും ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം എ സോൾ എന്ന് മനസ്സിലാകും. ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവരും മറന്നിരിക്കുകയാണ്. ആ ഒരു കുട്ടിക്ക് സ്വന്തം അച്ഛൻ എഴുന്നേറ്റ് നടന്ന് തന്നോട് സംസാരിച്ച് തലേദിവസം വരെ തന്റെ കൂടെ ബെഡിൽ കിടന്ന ആ അച്ഛൻ അന്ന് മരിച്ചു കിടക്കുമ്പോ എന്താണ് ആ ശരീരത്തിനും എന്താണ് ജീവനും മരണത്തിനും കാരണമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ജീവനും മരണത്തിനും ഇടയില് ശരീരത്തെ നിലനിർത്തുന്ന അവബോധം കൊടുക്കുന്ന ഒരു വസ്തു എന്താണ് എന്ന് അറിയാൻ പറ്റാതെ പോയി. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മളുടെ അവസ്ഥ. ശരീരത്തിന് അവബോധം കൊടുക്കുകയും ചലിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത് ആ ആത്മാവിന്റെ ലക്ഷണമാണ് എന്ന് ഒരുപാട് പഠിച്ച സയന്റിസ്റ്റുകൾക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ കൺമുന്നിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നത് ഭൗതിക വസ്തു അല്ല ആത്മാവ്. അതുകൊണ്ട് ആത്മാവിന്റെ അളവുകോൽ എന്തല്ല, ഭൗതികമായിട്ടുള്ള അളവുകോലല്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഭീഷ്മപിതാമഹന്റെ കഥ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഭീഷ്മപിതാമഹന്റെ ശരീരത്തില് ശരശയ്യയിൽ അദ്ദേഹം കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ഇഞ്ച് ഒരു സ്ഥലം പോലും ബാക്കിയില്ല എന്ത് കുത്തി കയറാതെ, അമ്പ് കുത്തി കയറാതെ. ആ ശരശയ്യയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ചെറുവിരൽ പോലും കടത്താൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല. ആ അസ്ത്രം തറയ്ക്കാത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും എത്ര ദിവസം അദ്ദേഹം അങ്ങനെ കിടന്നു? ആത്മാവിന് എന്തെങ്കിലും സംഭവിച്ചുവോ? ഇല്ല. സ്വച്ഛന്ത മൃത്യുവായിരിക്കുന്ന അദ്ദേഹത്തിന് ഭഗവാനെ പ്രതീക്ഷിച്ച് യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശങ്ങൾ നൽകി, ധർമ്മത്തിനെ കുറിച്ചും മറ്റും ഉപദേശങ്ങൾ നൽകി, എല്ലാം തന്റെ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം ഭഗവാനെ കണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? തന്റെ യാത്ര ആരംഭിക്കുന്നു. അപ്പോ എവിടെയാണ് ആത്മാവിനെ അവിടെ അപകടത്തിൽപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്രമേയ എന്ന വാക്കിന് ഭൗതിക വസ്തുക്കൾ കൊണ്ട് അളക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പരിമാണങ്ങൾ കൊണ്ട് അളക്കാൻ പറ്റാത്തത് എന്നാണ് ഉദ്ദേശം. ഈ നമ്മുടെ സ്കൂൾ ഓഫ് തോട്ടിൽ മാത്രമല്ല, അതായത് നമ്മളുടെ വൈഷ്ണവിസത്തിലോ അങ്ങനെയുള്ള സ്കൂൾ ഓഫ് തോട്ടിൽ മാത്രമല്ല, സിദ്ധാന്തങ്ങളിൽ മാത്രമല്ല, രാമാനുജാചാര്യ പോലുള്ള ആൾക്കാരും ഈ പ്രകാരം എല്ലാ കാര്യങ്ങളും ആത്മാവ് അതിസൂക്ഷ്മമാണ്, പക്ഷെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു, അതിനെ ഒന്നിനും നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ അവരുടെ പുസ്തകങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ തോട്ട് അല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ചിന്തയല്ല. ആത്മാവെന്ന് പറയുന്നത് സനാതന ധർമ്മത്തില് എന്തൊക്കെ വൈദിക സാഹിത്യങ്ങൾ എടുത്തു നോക്കിയാലും ആത്മാവ് എന്ന് പറയുന്ന ഒരു ആ ഒരു എൻറ്റിറ്റി, അല്ലെങ്കിൽ ആ ഒരു അതിന് എന്താണ് ഈ തരത്തിലുള്ള ക്വാളിറ്റീസ് ആണ്. അത് അപ്രമേയനാണ്, അനാശ്യനാണ്, നാശിക്കാത്തവനാണ്, അപ്രമേയനാണ്. പിന്നെ എന്താണ്, ഒരിക്കലും അതിനെ ഉണക്കാനോ കരിക്കാനോ ഒന്നും കഴിയുകയില്ല എന്നെല്ലാം ഭഗവത്ഗീതയിൽ ഇനി പറയും. ഇനി ലാസ്റ്റ് പാർട്ട്
ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്വ ഭാരത. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ ഭാരത. എന്താണ്? അർജുനന്റെ ദുഃഖമായിരുന്നു കാരണം അല്ലെ ഇതൊക്കെ പറയാൻ. എന്ത് ദുഃഖം? ശാരീരികമായിട്ടുള്ള ദുഃഖം. ചില ദുഃഖങ്ങൾക്ക് വളരെയധികം പ്രത്യേകതയുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ വരാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ആദി ഭൗതിക, ആദി ആത്മിക, ആദി ദൈവിക എന്നൊക്കെ പറയുന്ന ക്ലേശങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജനിച്ച എല്ലാ ആൾക്കാർക്കും ഈ ദുഃഖങ്ങൾ വരും. ആധ്യാത്മികമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മളുടെ ശരീരം കൊണ്ടുള്ളതോ മറ്റുള്ളവരെ കൊണ്ടുള്ളതോ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുള്ളതോ ഉള്ളതായിട്ടുള്ള ദുഃഖങ്ങളൊന്നും നമ്മളെ വിട്ടു പോകാൻ വേണ്ടി പോകുന്നുമില്ല. കാരണം എന്താണ്? ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ദുഃഖാലയം അശാശ്വതം തന്നെയാണ്. അത് ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം എന്താണ്? നമ്മൾക്ക് ഇതെല്ലാം അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോ ഒരു പോളിസി, അതായത് നമ്മളുടെ ഒരു ആധ്യാത്മികമായി മുന്നേറുന്നവർക്ക് വേണ്ട ഒരു പ്രത്യേക ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖം വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്കറിയാം, ദുഃഖം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പലതരത്തിൽ റെസ്പോണ്ട് ചെയ്യും. ഒന്ന്, കുറ്റം പറയുക എന്നുള്ള ടെൻഡൻസിയാണ്. എനിക്കിത് വരാൻ കാരണം ഞാനാണെന്ന് അവര് അക്സെപ്റ്റ് ചെയ്യുകയില്ല. വേറെ ഒരുപാട് ആൾക്കാർ എന്റെ ചുറ്റിനുമുണ്ട്, അവർ കാരണമാണ് എനിക്ക് ഇതെല്ലാം വന്നത് എന്ന് അവര് അസ്യൂം ചെയ്യും. എന്നിട്ട് അവർ പൊട്ടിത്തെറിക്കും, അവരോട് കോപിക്കും. ഇതൊക്കെയാണ് ഒരു തരത്തിലുള്ള വഴി. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള വഴി എന്ന് പറയുന്നത് നിരാശയിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്ത് ചെയ്യും? അവര് സ്വയമായിട്ട് അതിനെ തരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില് നിരാശയിലേക്ക് പോയിട്ട് മറ്റു പല വസ്തുക്കൾ കൊണ്ടും അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മദ്യം കൊണ്ടും മറ്റു തരത്തിലുള്ള ലഹരി കൊണ്ടും ആത്മഹത്യാ പ്രവണത കൊണ്ടും ഇതെല്ലാം തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇനി ആധ്യാത്മിക ജ്ഞാനം ലഭിച്ചവർക്ക് മനസ്സിലാകും, ശരീരം താൽക്കാലികമാണ്, ശരീരത്തിനുണ്ടാകുന്ന ദുഃഖവും താൽക്കാലികമാണ്. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാകുന്ന ദുഃഖം ശരിയാണ്, ദുഃഖമുണ്ട്. അതിനെ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഹിസ്റ്ററിയായി മാറും. അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള ഓർമ്മകളെ പോലെ തന്നെ ഇതും എന്ത് ചെയ്യും? ചരിത്രമായി മാറുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ളവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ എന്തും ചെയ്യേണ്ട, ആത്മഹത്യ ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ഗീത പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട മിനിമം നോളജ്. 3 തരത്തിലാണ് ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വീക്ഷണകോൺ ജീവിതത്തെ കുറിച്ചുള്ളത്. 1 ശാരീരികമായിട്ടുള്ള വീക്ഷണകോൺ, 2 മാനസികമായിട്ടുള്ളത്, 3 ആത്മീയപരമായിട്ടുള്ള വീക്ഷണകോൺ എന്ന് പറയും. വീക്ഷണകോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോക്കിക്കാണുന്ന ഒരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ 3 കണ്ണുകളിൽ കൂടെ ആയിരിക്കണം. അതില് ഉദാഹരണം പറയുകയാണെങ്കിൽ ബോഡിയും മൈൻഡും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചില മുറിവുകളൊക്കെ ശരീരത്തിന് ഏറ്റാലും മനസ്സിനേറ്റാലും രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാൻ. ശരീരത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും? ഉദാഹരണത്തിന് നമുക്കൊരു ആക്സിഡന്റ് വന്നു എന്ന് വെക്കും, നമ്മുടെ കൈയെല്ലാം മുറിഞ്ഞു പോയി, റൺ ഓവർ ആക്സിഡന്റ്, ചതഞ്ഞരഞ്ഞു പോയി, ഈ കൈ ഇനി ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യും ഡോക്ടർമാര്? ഇത് സെപ്സിസ് ആവാതിരിക്കാൻ, അതായത് ഇതുകൊണ്ട് ശരീരത്തിന്റെ ബാക്കിയുള്ള അവയവങ്ങൾക്ക് കേടുവന്ന് അണുബാധ ഉണ്ടാവാതിരിക്കാൻ ഇതെന്തായാലും മുറിച്ചു മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറയും. അത് വളരെ പെയിൻഫുൾ ആണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഫങ്ഷനിങ് അംഗത്തെ ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് ഉള്ള അവസ്ഥയിൽ മാത്രമേ നമ്മൾ അതിന് സൈൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇത് മാറ്റിക്കളയുക എന്ന് പറയുന്നത് എത്രത്തോളം വേദനാജനകമായിരിക്കും അല്ലെ? ചെറിയൊരു വിരലാണെങ്കിൽ കൂടി നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഉപയോഗശൂന്യമല്ല, അത് നല്ല ഉപയോഗം ഉള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് അത് പോയി എന്ന് പറയാൻ, അത് ജീവിതകാലം മുഴുവൻ നമ്മളെ ബാധിക്കുന്ന ഒരു സാധനമാണ്. കാരണം നമുക്ക് പിന്നെ ഈ കൈയില്ല അല്ലേ? ജീവിതകാലം മുഴുവനേക്കും ഉള്ളതാണ്. പക്ഷെ എന്നാലും കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും അയാൾ അത് സഹിക്കുകയില്ലേ? അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ദുഃഖം ഫ്രഷ് ആയിട്ട് ഈ കൈ മുറിച്ചു കളയുമ്പോൾ ഉണ്ടായിരുന്ന ദുഃഖം പിന്നെ അയാൾക്ക് ഉണ്ടാകുമോ? ഇല്ല. പതുക്കെ പതുക്കെ ആ ദുഃഖം ഉണങ്ങും. എന്തുണങ്ങും? കൈ ഉണങ്ങും തോറും ദുഃഖവും ഉണങ്ങും. ചിലപ്പോൾ നമ്മൾ വെപ്പ് കൈ വെക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കൈ വെച്ച് ബാക്കിയുള്ളതിനെ ഫങ്ഷൻ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കും, അഡാപ്റ്റ് ചെയ്യും അല്ലേ? അപ്പോ ഇനി മൈൻഡിനുണ്ടാകുന്ന മുറിവുകളോ ഇതിനെക്കാട്ടിലും ആഴത്തിലായിരിക്കും ചിലപ്പോൾ. ഉദാഹരണത്തിന് ചിലപ്പോ ചില കാര്യങ്ങളൊന്നും നമ്മൾ മറക്കും, ചില കാര്യങ്ങൾ മറക്കൂല. ജീവിച്ചിരിക്കുമ്പോൾ മകനോ മകളോ മരിക്കുന്ന ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് എന്ത് തരത്തിലുള്ള ദുഃഖമായിരിക്കുമെന്ന്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദുഃഖമാണ്. എന്തൊക്കെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ, മകനോ മകളോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദുഃഖമാണ് എന്ന് പറയാറുണ്ട്. അപ്പോ
ഈ തരത്തിലുള്ള ദുഃഖങ്ങളെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവത്ഗീതയിൽ നിന്നുള്ള ജ്ഞാനം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഇതാണ്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്താ ശരീരിണഃ. ആത്മജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് മാത്രമേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പുസ്തകം വായിച്ചില്ല എങ്കിൽ ആത്മാവ് എന്താണ്, ശരീരം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്കും ഈ നോളജ് ഉണ്ടാകുമായിരുന്നില്ല. എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ശരീരം നശിച്ചു. പക്ഷേ ആ മരിച്ച ആത്മാവിന് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും? അവളുടെ പ്രവൃത്തി അനുസരിച്ച്, കർമ്മം അനുസരിച്ച് എന്താണോ അടുത്ത ഡെസ്റ്റിനേഷൻ, ചിലപ്പോൾ നന്നായിട്ട് ജപിക്കുകയും അല്ലെങ്കിൽ നന്നായിട്ട് ഡിവോഷണൽ സർവീസിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ വിട്ടുപോയി. അപ്പൊ നമ്മൾക്ക് ദുഃഖമുണ്ടാകും. കാരണം നമ്മൾക്ക് അവരുടെ അസോസിയേഷൻ ഇല്ലാതാകുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത്രയ്ക്ക് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നതാണെങ്കിൽ. ദുഃഖമുണ്ടാകും. ഭക്തന്മാർ ഒരിക്കലും കല്ലുപോലുള്ള ഹൃദയമായിരിക്കുകയില്ല. എല്ലാ നല്ല ഗുണങ്ങളും ഭക്തനിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. കരയുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ സത്യാവസ്ഥയെ കാണാതെ ഇരിക്കുകയില്ല. സത്യാവസ്ഥ എന്താണ്? നമ്മൾക്കറിയാം ആ ശരീരം അന്തവന്ത ഇമേ ദേഹ. പക്ഷെ നിത്യസ്യ ഉക്ത ശരീരിണഃ. ഈ ശരീരി എവിടെ പോയി? ഇതിന് ഈ ശരീരത്തിൽ വെച്ച് അത് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തുവോ, ഭഗവാന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്തുവോ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഇനിയൊരു ശരീരം അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനറ്റില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇനി അവർക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഉറ്റവരും ഉടയവരും ഒന്നും എങ്ങും പോകുന്നില്ല. എങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നുള്ളൂ? അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് മാത്രമേ അവർ പോകുന്നുള്ളൂ. അവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് കൂടുതൽ എന്താണ്, കൂടുതൽ സർവീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഏതെങ്കിലും ഒരു ശരീരമാണ് അവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് വിഷമം വരും. കാരണം നമ്മൾക്ക് അവരുടെ ഭൗതികമായിട്ടുള്ള ശരീരത്തിന്റെ അസോസിയേഷൻ ഇനി കിട്ടുകയില്ല എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അതുകൊണ്ട് ഒരു ഭക്തൻ എന്ത് ചെയ്യുകയില്ല, അയാൾ ഡിവാസ്റ്റേറ്റഡ് ആയി പോവുകയില്ല, നിരാശയിലേക്ക് പോവുകയില്ല, പിന്നെ ഒന്നും ഇല്ല എന്ന് പറയുകയില്ല. അല്ല, ഈ ശരീരം എവിടെയെങ്കിലും ആ ആത്മാവ് എന്തുണ്ടാവും, അതിന്റെ ഡെസ്റ്റിനി അനുസരിച്ച് നിലനിൽക്കുന്നുണ്ടാവും എന്ന ഒരു വിശ്വാസം ഇത് എവിടുന്ന് മാത്രമേ കിട്ടുകയുള്ളൂ? ഭഗവത്ഗീതയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മളുടെ വീക്ഷണകോണാണ് എന്ത് ചെയ്യുന്നത്? ഭഗവത്ഗീത വായിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ വന്നിട്ട് മാറുന്നത്. അല്ലെ? എന്ത് വീക്ഷണകോണ്? ശാരീരികവും മാനസികവുമായിട്ടുള്ള തലത്തിൽ നിന്നും നമ്മൾ ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നതേ ഭഗവത്ഗീത വായിക്കുമ്പോഴാണ്. വേറെ ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയില്ല. ഇനി മറ്റു മതത്തിലുള്ളവർക്കും ചിലപ്പോൾ പറ്റുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഭഗവത്ഗീതയില് അല്ലെങ്കില് വൈദിക സംസ്കാരത്തില് കിട്ടുന്ന ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള ജ്ഞാനമാണ്. പ്രാവർത്തികമാക്കിയാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലപ്രദമാകുന്ന ജ്ഞാനമാണ്. മറ്റതെല്ലാം റിവാർഡ് ബേസിസ് ആണ്. എന്താണ് റിവാർഡ്? ഇതിന് പകരം ഇത്, ഇന്നത് ചെയ്ത ഇത്. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. നടക്കുന്ന കാര്യങ്ങളെല്ലാം, ചുറ്റുപാടുകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാം റിവാർഡ് ബേസിസിലുള്ള പ്രാക്ടീസസ് മാത്രമാണ്. യഥാർത്ഥത്തിൽ ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ആത്മാവ്, ആരുടെ അംശമാണ് ആത്മാവ്, ആത്മാവിന്റെ സ്വരൂപം എന്താണ്, എന്താണ് ആത്മാവിനെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ധർമ്മം എന്താണ്, ഇതൊന്നും വേറെ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ആത്മീയത എന്ന് പറയുന്നത് കുറച്ചും കൂടെ മുന്തിയ ഭൗതികത മാത്രമാണ് മറ്റ് റിലീജിയസ് ബിലീഫ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മൾ മാത്രമല്ല വരുന്ന തലമുറയ്ക്കും കൂടി പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ആരെയും നിർബന്ധിച്ച് പരിവർത്തനം ചെയ്യിക്കാനോ ഒന്നിനോ അല്ല. നമ്മുടെ തന്നെ സൗഖ്യത്തിനും ലോകത്തിന്റെ സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു വിവരം അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ വീക്ഷണത്തിനെ തന്നെയാണ് മാറ്റുന്നത്. നേരെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ഒരേ കാര്യം തന്നെ ആയിരിക്കും 10 വർഷം മുന്നേ ഞാൻ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ഇപ്പൊ ഞാൻ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് സ്ട്രൈക്കിംഗ് ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മൾക്ക്. ഒരു 10 കൊല്ലം മുന്നേ ഇത് വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്, ഇതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന്. ഇനിയും നമുക്ക് മാറാനുണ്ട്. അപ്പൊ ഇവിടെ അർജുനനോട്
അത് പറയുകയാണ് ഭഗവാൻ, അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്ത ശരീരിണ. അതാണ് നമ്മളുടെ ജീവിതത്തിൽ അതിന്റെ പ്രാവർത്തികത്വം. ഇനി വിധി എന്താണ് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അല്ലെ? നമ്മൾ എല്ലാവരും ഭാവിയെ കുറിച്ച് അറിയാൻ വളരെയധികം എന്താണ് താല്പര്യമുള്ള ആൾക്കാരാണ്. ന്യൂമറോളജി, ജ്യോതിഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുകൊണ്ടാണ്. എന്തായിരിക്കും സംഭവിക്കുക, ശനിയുടെ അപഹാരം കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാകും വരിക, എന്റെ കഷ്ടകാലം എന്ന് തീരും, എന്റെ ധനം അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക അഭിവൃദ്ധി എനിക്ക് ഉണ്ടാകുമോ, എന്റെ കൂടെ ആരെങ്കിലും വിവാഹത്തിന് എന്തെങ്കിലും എന്റെ മോൾക്കോ മകനോ എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ, ഇതൊക്കെ ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങുകളാണ്. പക്ഷെ നമുക്കറിയാം അല്ലേ, നമ്മൾ ഭാവി എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതൊന്നും ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. കാരണം ഭാവിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഭാവി സംഭവിക്കത്തുള്ളൂ. എങ്കിലും എന്താണ് നമ്മുടെ ഭാവി? യഥാർത്ഥത്തിൽ നമ്മളെല്ലാം മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് ബയോളജിക്കലി. അതാണ് നമ്മളുടെ ഭാവി എന്ന് പറയുന്നത്. സത്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഈ സത്യത്തെ സൈഡാക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ പ്ലാനിങ് കമ്മീഷനുകളൊക്കെ ഉണ്ടാക്കും. പ്രഭുപാദ് ഒരിക്കൽ പറഞ്ഞു, അവരുടെ ആരുടെയും പ്ലാനിങ് കമ്മീഷൻസ് ചെലവാകാൻ പോകുന്നില്ല ഒന്നുമെന്ന്. അപ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാവിയെ കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം, അതിലേക്ക് പോകാനുള്ള ഒരു ഇതുള്ളത്? നമ്മള് യഥാർത്ഥത്തില് അനശ്വരന്മാരായതുകൊണ്ടാണ്. മരിക്കണ ഒരു ഞാൻ ജനിച്ചാ മരിക്കും എന്ന് പറയുന്ന ഒരു ആൾക്ക് ഭാവിയെ കുറിച്ച് ഇത്ര ചിന്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അയാൾക്ക് മരണം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അയാൾക്ക് ഭാവിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ഭാവിയെ കുറിച്ച് ചിന്തിക്കും. കാരണം എന്താണ്? നമ്മൾക്ക് ഈ ഒരു അനശ്വരത ആത്മാവിനുണ്ട് എന്നുള്ളതിന്റെ ബോധം എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഭൗതികവാദി മരണത്തെക്കുറിച്ച് ഞാൻ ഒരുക്കി കൂട്ടി വെച്ചിരിക്കുന്ന സമ്പാദ്യവും ബന്ധുത്വവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് മരണം. ഇഷ്ടമുള്ളതെല്ലാം എടുത്ത് മാറ്റുന്ന ഒരു അവസ്ഥയാണ് മരണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പേടിക്കും. പക്ഷെ ഒരു ആത്മീയവാദി അല്ലെങ്കിൽ ഗീതാജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി അങ്ങനെ ഭയപ്പെടുകയില്ല. അത് സത്യാവസ്ഥയാണെന്ന് മനസ്സിലാക്കിയാൽ അയാൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ ഡെസ്റ്റിനിയും തമ്മിലുള്ള വ്യത്യാസമായി. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? എന്റെ വ്യക്തിത്വം ഈ ശരീരത്തിനും അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് എന്തിനാണ് വെറുതെ വ്യസനിക്കേണ്ടതിന്റെ ആവശ്യം? എന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് മരണം കൊണ്ട് തീരുന്ന ഒന്നല്ല, അതിനും അപ്പുറത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അതാണ് ശരിക്കും ഭാവിയെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഭാവി? യഥാർത്ഥ ഭാവിയെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡെസ്റ്റിനിയും നമ്മുടെ ഐഡന്റിറ്റിയും ഇതിനും അപ്പുറമാണ്, ശാരീരികമായതും മരണത്തിനും അപ്പുറത്താണ് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ ഡെസ്റ്റിനിയും ഐഡന്റിറ്റിയും വന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഡെസ്റ്റിനിയും ഐഡന്റിറ്റിയും ആക്കി മാറ്റാൻ പറ്റുന്നത്. ജീവിത ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ജീവിത ദൈർഘ്യമല്ല, അതിനും അപ്പുറത്താണ്. there is more to life than this life എന്നൊക്കെ അറിവുള്ള ആൾക്കാർ പറയും. ഗീതാ വിസ്ഡമാണ് അത് അല്ലേ? അപ്പോ ശാരീരികമായി നോക്കുമ്പോ ഈ ഭൗതിക സുഖങ്ങളും സമ്പാദ്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെയാണ് എല്ലാവരും എന്ത് പറയുന്നത് ലൈഫ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. എന്തുണ്ടാക്കണം? ഭൗതിക സുഖങ്ങള്, എന്താണ് സമ്പാദ്യങ്ങൾ വേണം, അതുകൊണ്ട് സുഖലോലുപമായിട്ട് ജീവിക്കണം, പിന്നെ എന്താണ് സ്ഥാനമാനങ്ങൾ വേണം. ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ ഒരു മനുഷ്യനും താല്പര്യമില്ല. ഏറ്റവും തുടക്കത്തിൽ കിടക്കുന്ന മനുഷ്യർക്ക് പോലും തനിക്ക് ഇതെല്ലാം കിട്ടണമെന്നാണ് ആഗ്രഹം. കാരണം എന്താണ്? അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ ജീവിതം, സ്ഥാനമാനങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെയാണ് അവരുടെ ജീവിതം, ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ നിലനിൽപ്പ് എന്ന്. ആ നിലനിൽപ്പ് എന്താണ്? അനശ്വരമായിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഒരു ജീവന് ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. ഇനി നമ്മൾ ഭഗവത്ഗീതയില് പഠിക്കും യാഥാർത്ഥ്യം എന്താണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന്. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം. ഭഗവാൻ തന്നെയാണ് പറയുന്നത്. എന്താണ്? ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം. ഞാൻ ആ അവ്യയമായ ബീജമാണ്. ഇതെല്ലാം നിന്റെ എല്ലാം
ഞാൻ തന്നെയാണ് അർജുന എന്ന് ഒരിക്കൽ പറയും. ഭൗതിക നേട്ടങ്ങൾ കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ സമ്പാദ്യങ്ങൾ കൊണ്ടോ എന്ത് കിട്ടുകയില്ല? ഭഗവാനെ കിട്ടുകയില്ല. പക്ഷെ ഇതൊന്നും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നില്ല. അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഭിക്ഷ യാചിക്കാൻ വേണ്ടി പോവുകയാണ്. അർജുനനോട് ഭഗവാൻ പറഞ്ഞോ? ഇല്ല. ശരിയാണ് അർജുന, ആത്മാവിനെ കുറിച്ച് നീ അറിഞ്ഞു കഴിഞ്ഞു. ശരീരവും ആത്മാവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആത്മാവാണ് മികച്ചത്. അതുകൊണ്ട് നീ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടിയൊക്കെ ഉപേക്ഷിച്ച് അർജുനൻ പൊക്കോളാൻ ഭഗവാൻ സമ്മതിച്ചോ? ഇല്ല. കാരണം എന്താണ്? ഇതെല്ലാം ഭഗവാന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് യുക്തവൈരാഗ്യം, അല്ലേ? എന്താണ് ഈ സ്ഥാനമാനങ്ങളും ഭൗതിക നേട്ടങ്ങളും പിന്നെ എന്താണ് സമ്പത്തും എല്ലാം നമുക്ക് ശരീരം കൊണ്ട് നേടാൻ പറ്റുന്നതാണ് എന്ന് ഭൗതികവാദികൾ ചിന്തിക്കും. ശരിയാണ്, അത് തന്നെയാണ്. പക്ഷേ അതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതിനും അപ്പുറമുണ്ട്. പക്ഷെ ഇതിനെ ഉപേക്ഷിച്ച് കളയാൻ മിഥ്യയായിട്ട് ഫൽഗു വൈരാഗ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാപഞ്ചികതയാ ബുദ്ധ്യാ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യത്തെ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്റെ സ്ഥാനം എനിക്ക് യൂസ് ചെയ്യാം. നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ആധികാരികമായിട്ട് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യും. സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ട് ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടി ഉപകരിക്കും. അതെല്ലാം കളഞ്ഞിട്ട് ഞാന് യാചകവൃത്തി ചെയ്ത് ജീവിച്ചോളാം, പൂഞ്ചവൃത്തി ചെയ്ത് ജീവിച്ചോളാം. നമുക്ക് എന്ത് പറ്റുന്നതാണ് ഭഗവാന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് പ്രാപഞ്ചികതയാ ബുദ്ധ്യ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈകഥ്യത്തെ. നമ്മൾ ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോയാൽ അത് യഥാർത്ഥ വൈരാഗ്യമല്ല. അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. ഇതാണ് യഥാർത്ഥ സേവനം എന്ന് പറയുന്നത്. ഈ ഒരു ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്ന ലാസ്റ്റ് പാർട്ടിൽ അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്ത ശരീരിണഃ. ഇത് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറയും. എന്താണ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത്? നിലനിൽപ്പിന്റെ പ്രതിസന്ധി എന്ന് പറയും. നമുക്ക് ഈ വേണ്ടതൊന്ന്, സത്യം മറ്റൊന്ന്. ഇതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊന്ന്, പക്ഷെ സത്യം മറ്റൊന്ന്. എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത്? നിത്യസ്യ ഉക്ത, എന്നെന്നും അനശ്വരമായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് വേണ്ട. ആർക്കും മരിക്കാൻ താല്പര്യമില്ലല്ലോ, അല്ലേ? എല്ലാവർക്കും എന്നെന്നും നിലനിൽക്കണം. പക്ഷെ അന്തവന്ത ഇമേ ദേഹ. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അന്തവന്ത ഇമേ ദേഹ. ഇതാണ് കോൺട്രഡിക്ഷൻ. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്ത ശരീരിണഃ. ഇത് രണ്ട് തമ്മിലുള്ള പ്രതിസന്ധിയാണ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. എന്ത് പഠിപ്പിക്കുന്നത്? ഗീത പറയുന്ന ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് മിസ് ഐഡന്റിഫിക്കേഷൻ കൊണ്ടാണ് എന്ന്. ഇതിനെ എങ്ങനെ നേരിടും? ഇതിന് രണ്ടിനും സൊല്യൂഷൻ ഇല്ല. എന്തില്ല? അന്തവന്ത ഇമേ ദേഹ, ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിത്യസ്യ ഉക്ത ശരീരിണഃ, ഇതിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഐഡന്റിറ്റി അല്ലെങ്കിൽ മിസ് ഐഡന്റിഫിക്കേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി തീരും. എന്താണ് ആ മിസ് ഐഡന്റിഫിക്കേഷൻ? അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? നശ്വരമായ ശരീരമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് പ്രതിസന്ധി തന്നെയാണ്. അനശ്വരനായിട്ടുള്ള ആത്മാവ് ആണ് ഞാൻ ഇപ്പോ തൽക്കാലം ഈ നശ്വരമായിട്ടുള്ള ശരീരത്തിൽ ജീവിക്കുന്നതേ ഉള്ളൂ എന്ന യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാക്കിയാൽ മതി. അപ്പോ അയാൾ തീരും. ആത്മീയ വ്യക്തിത്വത്തിന്റെ സ്വഭാവമായ അനശ്വരത്വം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നശിപ്പിക്കാൻ പറ്റും. കാരണം എന്താണ്? അവർക്ക് മരിച്ചാലും അവരുടെ ശരീരം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല? ജീവാത്മാവ് ഒരിക്കലും വന്നിട്ട് ഇല്ലാതാകുന്നില്ല, ഇല്ലേ? എന്താണ് ഭഗവാൻ പറയുന്നത്? ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം എന്നും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു അർജുന, നീയും ഉണ്ടായിരുന്നു, ഇവരൊന്നും ഇനി ഇല്ലാണ്ടാകുന്നുമില്ല. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാതിപ ന ചൈവ ന ഭവിഷ്യാമി സർവേ വയമതഃ പരം. എല്ലാവരും എന്നെന്നും നിലനിൽക്കും. നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാണ്ടേ ആകുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരുന്നത്, നിലനിൽപ്പിന് പ്രതിസന്ധി വരുന്നത്? ഇവിടെ ഇന്നത്തെ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു എങ്കിൽ അടുത്തത് ഇനിയൊരു സ്ഥലത്ത് നിങ്ങൾ നിലനിൽക്കും, അടുത്തത് ഇനിയൊരു സ്ഥലത്ത് നിങ്ങൾ നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങൾ അനശ്വരനാണ്. നിങ്ങൾക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരേണ്ട ആവശ്യമില്ല.
ഭഗവാന്റെ അംശമായതുകൊണ്ടാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നമുക്കില്ലാത്തത് എന്ന ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വളരെയധികം സുഖകരമായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട്. ജീവിതത്തെക്കുറിച്ചുള്ളതും മരണത്തെക്കുറിച്ചുള്ളതും അതിനേക്കുള്ള പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായി ചെയ്യാൻ പറ്റും. ഭൗതികവാദികളെ പോലെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരികയില്ല? സങ്കടപ്പെടേണ്ടി വരികയില്ല. ഭൗതികവാദികൾക്ക് മരണം എന്ന് പറയുന്നത് വേദന ഉളവാക്കുന്നതാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് നേട്ടത്തിനുള്ള ഓട്ടമാണ്. എന്ത് നേട്ടത്തിനായിട്ടുള്ള ഓട്ടം? എന്തൊക്കെ നേട്ടം? ഉന്നതി, വിജയം, ശക്തി, സ്ഥാനം, നിധി, ഇതൊക്കെ തന്നെയാണ് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം. ഇതെല്ലാം ഒരിക്കൽ പറിച്ചു മാറ്റപ്പെടും എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴേക്കും അവർക്ക് വിഷമം വരും. പക്ഷേ ഇതിനിടയില് നമുക്ക് ആ ഒരു ടിക്കിംഗ് ക്ലോക്കിനെ മറക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗം? നമ്മൾ ഗീതാജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു നോളജിനെ, അതായത് ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തിനെ ശരിക്കും ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൗതികതയിലല്ല ആത്മീയതയിലാണ് നമ്മളുടെ നിലനിൽപ്പ് ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തീരും. അപ്പൊ ഇതാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമ്മളുടെ നിലനിൽപ്പിന്റെ പ്രതിസന്ധിയെ മാറ്റാമെന്ന്. എങ്ങനെയാണ് മാറ്റുക? അന്തവന്ത ഇമേ ദേഹ, ഈ ശരീരം നശ്വരമാണെന്ന് മനസ്സിലാക്കുക. നിത്യസ്യ ഉക്ത ശരീരിണഃ, പക്ഷെ ആ ശരീരത്തിലുള്ള ശരീരി അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് ആരാണ്? നിത്യനാണ്. അനാശിനോ, അതിന് നാശമില്ല. അപ്രമേയസ്യ, അതിനെ അളക്കാനും പറ്റുകയില്ല. ഇത്രയും ചെറുതായിരുന്നിട്ട് കൂടി ശരീരത്തിലെല്ലാം വ്യാപിച്ച് അത്യധികം ഊർജത്തോടുകൂടി എല്ലാത്തിനെയും നിലനിർത്തുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ അർജുന, നീ യുദ്ധം ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യുദ്ധം ചെയ്തില്ലെങ്കിലും ഇതിന്റെ സ്വഭാവത്തിനെ മാറ്റാൻ നിനക്ക് സാധിക്കുകയില്ല. യുദ്ധം ചെയ്തില്ലെങ്കിൽ ഇവരാരും മരിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. യുദ്ധം ചെയ്ത ആരെങ്കിലും എന്നത്തേക്കുമായി ഇല്ലാതാകാൻ പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നീ നിന്റെ ധർമ്മം ചെയ്യുക. അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിപ്പൊക്കോളാന്നല്ല പറഞ്ഞു. അതുകൊണ്ട് നിന്റെ ധർമ്മം ചെയ്യുക. നമ്മളും ഈ പ്രകാരം അവരവർക്ക് അനുഷ്ഠിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ള ധർമ്മം വിധി പോലെ അനുസരിച്ച് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നേടി എന്ത് ചെയ്യുക? ഭക്തിയില് ഒരു പുരോഗമിച്ച് വരിക. നമ്മൾക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിന്റെ ആവശ്യമേ വരികയില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ? ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. നമ്മൾ നേരത്തെ നിർത്തി 10 മിനിറ്റ്. കാരണം പിന്നെ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഭക്തന്മാർക്ക് എല്ലാം അറിയാം. അപ്പൊ അത് ഷെയർ ചെയ്യാനുള്ള സമയം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചെറിയ ഷോർട്ട് ക്ലാസ് മാത്രം പ്രിപ്പയർ ചെയ്തത്. ഹരേ കൃഷ്ണ മാജി. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. അവർക്ക് അവര് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്നെക്കാളും മികച്ച റിയലൈസേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്കും. ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ചെറിയ പോയിന്റ്സ് ഇതിനകത്തുനിന്ന്? അന്തവന്ത ഇമേ ദേഹ. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. ദയവായി എല്ലാരും മാജി പറഞ്ഞതുപോലെ പോയിന്റ്സ് ആഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ആർക്കും? ഹരേ കൃഷ്ണ. പറ്റുമല്ലോ മാജി. ആണോ? ഇന്ന് ഗൗരിപ്രിയ സച്ചി മാതാജി ഇല്ലേ ഇതിനകത്ത്? സാധാരണ മാതാജി എനിക്ക് മാജിയുടെ മകളും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ തിരക്കാണെന്ന് തോന്നുന്നു, പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയലൈസേഷനോ? ഒന്നുമില്ലെങ്കിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു ആശാദജി. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ജാനു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഞങ്ങള് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് ജാനു ആണ് ഹോസ്റ്റ് ചെയ്യണത്. അപ്പം ജാനു ക്ലോസ് ചെയ്യും മാജി. ശരി ശരി ശരി. ജാനു ക്ലോസ് ചെയ്തോ മോളെ.